നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില കുറഞ്ഞ സാരിയിൽപ്പെട്ട സാരി തന്നെയാണ്. ഡിസൈനാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. ഇത് അതൊക്കെ കണ്ടത് സൈഡ് പ്ലെയിൻ ആയിരുന്നു. ഇത് സൈഡ് ബോർഡറിലേക്ക് കൊമ്മ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടം നമുക്ക് ഇത്ര ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ സാധാ ഒരു ബ്ലോക്ക് പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ഫിനിഷിങ് ഉണ്ടാവില്ല സാരി. ഇതിലേക്ക് വലിയൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ബോർഡറിലേക്ക് നമുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ സൈഡ് ബോർഡറിലേക്കും അതേതിൻ്റെ തന്നെ ഡിസൈൻ. അതേപോലെ സൈഡ് ബോർഡറിലേക്കും പുതിയ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ടിഷ്യൂവിൽ വരുന്ന സെറ്റ് സാരിയുടെ പുതിയ ഓണം കളക്ഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിൽ ടിഷ്യൂവിലും വരുന്നുണ്ട്, അതേപോലെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരിയുടെ ചെക്ക് ഡിസൈനിലും ഫ്ലവർ പ്രിൻ്റാണ് കേട്ടോ. എല്ലാം ഫ്ലവർ പ്രിൻറ്റിൽ ഡിജിറ്റൽ ചെയ്ത് വരുന്ന സാരിയുടെയാണ്. ചെക്കും ടിഷ്യൂവിൻ്റെയാണ് കളക്ഷൻ കാണാൻ പോകുന്നത്. അതേപോലെ അതിൽ തന്നെ സെയിം ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ പുതിയതായിട്ട് ചെയ്ത് വന്ന ധാവണി സെറ്റും കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ധാവണി സെറ്റിൻ്റെയും മോഡലുകളും കാണിച്ചു തരാം. ഇതും അതേപോലെ പുതിയ ഓണം ധാവണി സെറ്റിൻ്റെ പുതിയ മോഡലാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ചെക്കിൻ്റെ ആദ്യം കാണിച്ചത്. ചെക്കിൽ വരുന്ന ഞാൻ ചെറിയ സ്മോൾ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ പല്ലൂലിക്ക് നിങ്ങൾക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സാധാരണ നമ്മൾ കാണുന്ന പ്രിൻ്റല്ല, അത് നമ്മൾ ബ്ലോക്ക് പ്രിൻ്റാണ് ചെയ്യുക. ഇത് അതേപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വില കുറഞ്ഞ സാരിയിൽപ്പെട്ട സാരി തന്നെയാണ്. ഇപ്പോൾ എല്ലാ സാരികൾക്കും ഓണത്തിൻ്റെ നമ്മളൊരു 15% ഡിസ്കൗണ്ട് കൂടി ഓണം പ്രമാണിച്ചിട്ട് ഓണം അതേപോലെ കർക്കിടകമായിട്ട് സാരികൾക്കെല്ലാം 15% ഡിസ്കൗണ്ടും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല്ലൂലിക്ക് ഫുൾ കസവിൻ്റെ പല്ലൂലിക്ക് പ്രിൻറ്റും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ പാറ്റേൺ ആയിരിക്കും, നിങ്ങളൊരു കാണാത്ത പാറ്റേൺ കൂടി ആയിരിക്കും. ഇത് നിറയെ ഇപ്പോൾ നമുക്ക് ഷോപ്പുകാരനെ വന്ന് നിറയെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ സാരികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഹോൾസെയിൽ ഒരു വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റുകൾ നമ്മളിപ്പോൾ ഓണം കഴിയുന്നവരെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഡബിൾ മുണ്ടിൻ്റെ റേറ്റ് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുത്താമ്പള്ളി ഷോപ്പിൻ്റെ അസോസിയേഷനിൽ ഒരു ചെറിയ ഇഷ്യൂ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേറ്റുകൾ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ വാട്സാപ്പിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ചോദിച്ചാൽ മതി. അവർ നമ്മുടെ സ്റ്റാഫുകൾ വാട്സാപ്പിൽ അപ്പോൾ തന്നെ നമുക്ക് റേറ്റും അതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള റേറ്റുകളൊക്കെ അവർ പറഞ്ഞു. ഇതും അതേപോലെ ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ റേറ്റുകൾ ഏത് സാരിക്കും റേറ്റുകൾ ഇടുന്നില്ല. ആ ഒരു റീസൺ കാരണമാണ് ഇടാത്തത്. കുറച്ചും മുമ്പ് കാണിച്ച പാറ്റേണിൽ നിന്ന് കുറച്ചും കൂടി ഡിസൈൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ എല്ലാ സാരിക്കും ടസൽസും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ സാരിക്കും ടസൽസും കൂടി നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് ടസൽസും കൂടി വരുന്നത്. ഇത് സാരിയുടെ ബോഡിയിലേക്ക് വരുന്ന ഡിസൈനാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. നമുക്ക് നിറയെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സാരി തന്നെയാണ്. അതേപോലെ ബ്ലൗസും നിങ്ങൾക്ക് എല്ലാ സാരിക്കും 6-20 ലെങ്ത് ഉണ്ടാവും. ഞാൻ ഇട്ടിരിക്കുന്ന പോലെ അജ്രക് പ്രിൻറ്റിൻ്റെ വേണമെങ്കിൽ ബ്ലൗസ് നല്ല മാച്ചിങ് ആയിരിക്കും സാരിക്ക്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ സാരിയിൽ തന്നെ വിത്ത് ബ്ലൗസും കൂടി ചെറിയ അതേ സെയിം പ്രിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് സാരിയിൽ. നമുക്ക് അജ്രക്കിൻ്റെ നമ്മുടെ കയ്യിൽ അജ്രക്കിൻ്റെ ബ്ലൗസ് പീസുകളും മെറ്റീരിയലും അവൈലബിൾ ആണ്. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ല സാരിയിലത്തെ ബ്ലൗസ് മതി എന്നുണ്ടെങ്കിൽ സാരിയിലത്തെ ബ്ലൗസ് നമുക്ക് അടിച്ചിട്ടാലും നല്ല ഭംഗിയുണ്ടാവും സാരി. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യനുകളുടെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഊട്ട ആയാറ്റ ഇത് വന്നിട്ട് ഞങ്ങൾ കുത്താമ്പള്ളി ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരു ഏകദേശം 300-400 ഫാമിലികളുണ്ട്. ഞങ്ങളെല്ലാവരും കന്നഡ സംസാരിക്കുന്നവരാണ്. വീട്ടിലെ കുട്ടികളും ഞങ്ങൾ ഫാമിലിയുടെ ഉള്ളിൽ കന്നഡയാണ് സംസാരിക്കുന്നത്. 300-400 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കൊച്ചി രാജാവിനെ നെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് മൈസൂരിൽ നിന്ന് നമ്മൾ ഇവിടെ കുടിയേറി പ്രവർത്തകരാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കന്നഡ സംസാരിക്കുന്നത്. അപ്പോൾ ഊട്ട ആയാറ്റ നമ്മൾ 3 നേരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഊട്ട ആയാറ്റ ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇനിയൊരു ചെക്കിൽ തന്നെ വരുന്ന പുതിയൊരു പാറ്റേണിൽ വരുന്ന കുറച്ചും കൂടി ചെറിയ പ്രിൻ്റ് വേണ്ട, വലിയ പ്രിൻ്റ് വേണമെന്നുള്ളവർക്ക് പല്ലൂലിക്കാണ് ഈ വലിയ പ്രിൻ്റ് വരുന്നത്. ഇങ്ങനെയാണ് പല്ലൂലിക്ക് വരുന്ന ഡിസൈന്. അതേപോലെ സൈഡ് ബോർഡറിലേക്കും നമ്മുടെ ബോഡി ഫുള്ളും ചെറിയ ചെറിയ ഫ്ലവറും കൂടി എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും കേട്ടോ. എല്ലാ 6.25 മീറ്ററിൻ്റെ ബ്ലൗസ് അല്ലാതെ ബാക്കി എല്ലാ ഭാഗത്തേക്കും ഈ പ്രിൻറ്റും കൂടി വരും. പിന്നെ അതിൻ്റെ തന്നെ
അതിൻ്റെ സൈഡ് ബോർഡർ ഇപ്പം നമ്മൾ സൈഡ് അതൊക്കെ കണ്ടത് സൈഡ് പ്ലെയിൻ ആയിരുന്നു. ഇത് സൈഡ് ബോർഡറിലേക്ക് കൊമ്മ ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. ഇത് കുറേ നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും ഷോപ്പുകാർ വന്ന് നിറയെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിലേക്കുമ്പോൾ പുതിയതായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത്. ചെക്സിൽ കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് പാറ്റേൺസ് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ. ഇതിങ്ങനെ വരുന്നുണ്ട്. ഇനി ഞാൻ ടിഷ്യൂവിൽ കാണിച്ചു തരാം. ടിഷ്യൂവിലും അതേപോലെ നിറയെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് റോസാപ്പൂവിൻ്റെ ഡിസൈന്. സൈഡ് ബോർഡിലേക്കാണ് നിങ്ങൾക്ക് റോസാപ്പൂ കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്കും ചെറിയ ചെറിയ റോസാപ്പൂക്കൾ ഉണ്ടാവും. ബ്ലോക്ക് പ്രിൻ്റ് ആകുമ്പോൾ നമുക്ക് ഇത്ര ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ സാധാ ഒരു ബ്ലോക്ക് പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ഫിനിഷിങ് ഉണ്ടാവില്ല സാരി. അത് ഈ ഡിജിറ്റൽ പ്രിൻറ്റിൽ മാത്രം ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാ സാരിയിലേക്കും ടസൽസ് ഉണ്ടാവും. ടിഷ്യൂയിലേക്ക് വരുന്ന ബ്ലൗസിലേക്ക് നോക്കൂ. ഇങ്ങനെയാണ് ടിഷ്യൂവിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിങ്ങനെയാണ് സാരിയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന ഡിസൈൻ. ഇതിലേക്ക് നോക്കൂ. ഇങ്ങനെയാണ്. ഇതിപ്പോൾ വലിയ വലിയ ബ്ലോക്ക് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പല്ലുവിലേക്ക് വലിയൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ബോർഡിലേക്കും നമുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. സൈഡ് ബോർഡിലേക്കും അതേപോലെ തന്നെ ചെറിയ സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരുന്ന ഡിസൈനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അജ്രക്കിൻ്റെ വർക്കുള്ള ബ്ലൗസ് ഇടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം സാരിയിൽ തന്നെ വിത്ത് ബ്ലൗസും കൂടി വരുന്നുണ്ട്. ഞാൻ ബ്ലൗസ് കാണിച്ചു തരാം. വില അറിയണമെന്നുള്ളവർ ഞാൻ പറഞ്ഞ പോലെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ കമൻറ്റിലോ വില എത്രയാണെന്നുള്ളത് ചോദിച്ചാൽ മതി. നമ്മൾ വില ഇട്ട് തരാം. ഇത് നോക്കൂ, നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഇതാണ് സാരിയുടെ പല്ലുവിലേക്ക് വരുന്ന ഡിസൈൻ. അതേപോലെ സൈഡ് ബോർഡറിലേക്കും ചെറിയൊരു അതേ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ സാരിക്കും ടസൽസും അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെ ടസൽസും കൂടി എല്ലാ സാരിയിലേക്കും അതായത് കളർ മാച്ചിങ് ആയിട്ട് കൊടുത്തിട്ടിരിക്കുന്ന ടസൽസാണ്. ബ്ലൗസിന് അതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. എന്നാലും നമുക്ക് എല്ലാ സാരികളുടെയും ഡിസൈനും പാറ്റേണും കാണാൻ പറ്റുള്ളൂ. ഇതും വേറൊരു ലോട്ടസ് ഡിസൈൻ പോലെ കൊടുത്തിരിക്കുന്ന വർക്കാണ് ഫുള്ളും. പല്ലുവിലേക്ക് സൈഡ് ബോർഡിലേക്കും അതേ ചെറിയ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുക, കളർ കോമ്പിനേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഗ്രീൻ വിത്ത് പിങ്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സാരി ഉടുത്ത് വരുമ്പോൾ നല്ല നമ്മളൊരു ഫ്ലവറിൻ്റെ ആ ഇത് ഡിസൈൻ ഇട്ട പോലെ തന്നെ അത്രയ്ക്കും എടുത്ത് കാണിക്കും സാരി. നല്ല ഭംഗിയുണ്ടാവും സാരി. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചാൽ ഈ റെഡ് ഷെയ്ഡിന് നല്ല മാച്ചായിരിക്കും. പുതിയൊരു പാറ്റേൺ ആണ്. ഇതിങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരുന്ന ഇത് പല്ലുവിലേക്ക് വരുന്ന ഡിസൈനാണ്. അതേപോലെ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഉള്ളിലേക്ക് വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരിക. നല്ല പുതിയ പുതിയ ഡിസൈനാണ് എല്ലാം ഇപ്പോൾ ചെയ്തു തന്നിരിക്കുന്നത്. എല്ലാം ഓണത്തിൻ്റെ പുതിയ പുതിയ ഡിസൈനാണ് ഇപ്പോൾ ചെയ്തു തന്നിരിക്കുന്നത്. പല്ലുവും അതേപോലെ ബ്ലൗസും ഞാൻ കാണിച്ചത്. ബ്ലൗസിലേക്ക് നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ടിഷ്യൂവിൻ്റെ സാരിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ട് സാരി കാണാനും. നല്ലൊരു എലഗൻ ലുക്കായിട്ട് തന്നെ തോന്നുന്നുണ്ട് സാരി. ഇതൊരു നല്ലൊരു ഡിസൈനാണ്. ഞാൻ പല്ലു കാണിച്ചത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു 15-20 പാറ്റേണോളം ഇട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് പാറ്റേൺസ് എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രം. ഇതും നമ്മളിപ്പോൾ 1500-2000 സാരിയോളം സെയിം സാരി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സാരി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇതിൽ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ യൂണിഫോം ആയാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓണത്തിനുള്ള യൂണിഫോം സാരിയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും പുതിയ പാറ്റേണിൻ്റെ യൂണിഫോമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതും കാണിച്ചിട്ടില്ല. ഇതും വേറൊരു ഇത് വേറെ പല്ലുവിലേക്ക് വേറൊരു ഫ്ലവർ കൊടുത്തിരിക്കുന്നു. ഇതിലേക്ക് നോക്കും. കുറേ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത്. എല്ലാ ദിവസവും
മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും സെറ്റ് സാരിയുടെയും വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സാരിയുടെ പല്ലുവിലേക്ക് വരുന്ന ഡിസൈന്. അതേപോലെ സൈഡ് ബോർഡറിലേക്കും ഈ പാറ്റേൺ ആണ്, ചെറിയൊരു പൂവിൻ്റെ ഒരു സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്ന പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബ്ലൗസിലേക്ക് നോക്കിക്കോളൂ. ബ്ലൗസും ചെറിയൊരു ഫ്ലവറിൻ്റെ ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഷോപ്പിൽ ഹോൾസെയിലിൻ്റെ തിരക്കായത് കാരണമാണ് നമുക്ക് കുറേ സെറ്റ് സാരിയുടെ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അങ്ങനെ എനിക്ക് മാക്സിമം പറ്റണ പുതിയ പുതിയ മോഡൽ വരുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു. ഇതിങ്ങനെയാണ് നമുക്ക്. ഇതും ഒരു ഫ്ലവർ തന്നെയാണ്. എല്ലാം പിന്നെ കാണിച്ചതെല്ലാം ഫ്ലവർ തന്നെയാണ്. ഫ്ലവറിൽ തന്നെ ഒരു 10-15 ഡിസൈനോളം പുതിയ പുതിയ ഡിസൈൻ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാരിയുടെ ഉൾഭാഗത്തേക്കും ചെറിയ ഡിസൈൻ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഗ്രീൻ വിത്ത് ഓറഞ്ച് ഷെയ്ഡാണ് പല്ലുവിലേക്ക് വരുന്ന ഡിസൈന്. ബ്ലൗസും അതേപോലെ ചെറിയ പ്രിൻറ്റും കൂടി ബ്ലൗസിലേക്കും വരുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് കുത്താമ്പളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവരും കുത്താമ്പളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കുത്താമ്പളി ഗവൺമെൻറ് സ്കൂളും കഴിഞ്ഞ് കുറച്ചുകൂടി ആ മെയിൻ റോഡിൽ കൂടെ തന്നെ 100 മീറ്റർ കൂടി താഴേക്കുന്ന റൈറ്റ് സൈഡ് കിണർ, ലെഫ്റ്റ് സൈഡ് ഷോപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഊട്ട ആയാത്ത ഒരു കന്നഡയാണ്, ഞങ്ങൾ കന്നഡ സംസാരിക്കുന്നവരാണ്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഊട്ട ആയാത്ത എന്നുള്ളത് കന്നഡ വേർഡാണ്. 3 നേരം നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.